നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര. തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ചു മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു ഇപ്പോൾ. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവടുവെച്ച് കഴിഞ്ഞു. വേർപിരിയലും തിരിച്ചുവരവും കൊണ്ട് മാത്രമല്ല മഞ്ജു അന്ന് ആരാധകരെ ഞെട്ടിച്ചത്. തന്റെ ലുക്ക് കൊണ്ടുകൂടിയാണ് മഞ്ജു ആരാധകരെ ഞെട്ടിച്ചത്. ഇപ്പോഴിതാ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു. വേർപിരിയിലും തിരിച്ചുവരവും കൊണ്ട് മാത്രമല്ല മഞ്ജു അന്ന് ആരാധകരെ ഞെട്ടിച്ചത്, തന്റെ ലുക്ക് കൊണ്ടും കൂടിയാണ് മഞ്ജു ആരാധകരെ വിസ്മയിപ്പിച്ചത്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ പങ്കുവെച്ച പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പുതിയ ഫോട്ടോയിൽ മഞ്ജു വളരെ കൂടുതലായി മെലിഞ്ഞു പോയെന്നും ആരാധകർ പരിഭവപ്പെടുന്നുണ്ട്. കൃത്യമായ ജിമ്മും വർക്കൗട്ടും ഡാൻസ് പ്രാക്ടീസും എല്ലാം ചെയ്യുന്ന ആളാണ് മഞ്ജു. അത് കാരണം സ്വാഭാവികമായി മെലിഞ്ഞതാണോ അതോ മനഃപൂർവ്വം ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായി മെലിഞ്ഞതാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും രോഗം ബാധിച്ചോ, ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരും കമന്റ് ബോക്സിലുണ്ട്. പെട്ടെന്ന് ഇത്രയും വണ്ണം കുറയണമെങ്കിൽ എന്തെങ്കിലും രോഗമായിരിക്കാമെന്നും ചിലർ പറയുന്നു. 20 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പോലും മലയാള സിനിമയിൽ നല്ല നായികാവേഷങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിലും തമിഴിലും മലയാളത്തിലുമായി 46-കാരിയായ മഞ്ജു തിരക്കിലാണ്. അത് തന്നെ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്നും ആരാധകർ പറയുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടി മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ മറ്റെന്താണ് വഴി എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ. ഏതാനും ദിവസങ്ങളായി നടിയെ ടാഗ് ചെയ്ത ഒട്ടേറെ പോസ്റ്റുകൾ സനൽകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നടിയുടേതെന്ന പേരിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു. പിന്നാലെ ഇയാൾക്കെതിരെ നടി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാട്ടിയാണ് നടി പരാതി നൽകിയത്. കൊച്ചി എളമക്കര പോലീസാണ് സംവിധായകനെതിരെ കേസെടുത്തിരിക്കുന്നത്. US-ൽ നിന്നാണ് സനൽകുമാർ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്ത് നിന്നും സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം വിടുതലെ പാർട്ട് 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാറനാണ്. മികച്ച വിജയം നേടിയ വിടുതലെ പാർട്ട് 2-വിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. വേട്ടയനാണ് വിടുതലെ പാർട്ട് 2-വിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസ് ആകുന്നത്. മലയാളത്തിനു പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്.